ഒരു സംഖ്യയുടെ ഇരട്ടിയും പകുതിയും കാൽഭാഗവും ഒന്നും ചേർന്നാൽ 100 കിട്ടും. സംഖ്യ ഏത്? സംഖ്യ അറിയില്ല, എക്സ് എന്നെടുക്കുക. സംഖ്യയുടെ ഇരട്ടി, എക്സിൻ്റെ ഇരട്ടി 2x. സംഖ്യയുടെ പകുതി, എക്സിൻ്റെ പകുതി x/2. സംഖ്യയുടെ കാൽഭാഗം, എക്സിൻ്റെ കാൽഭാഗം എന്ന് പറഞ്ഞാൽ x/4. പിന്നെ 1. ഇതെല്ലാം കൂടി ചേർന്നാൽ പറഞ്ഞാൽ ഇതെല്ലാം കൂടി കൂട്ടുക. സംഖ്യയുടെ ഇരട്ടി, സംഖ്യയുടെ പകുതി, സംഖ്യയുടെ കാൽഭാഗം 1, ഇതെല്ലാം കൂടി ചേർന്നാൽ പറഞ്ഞാൽ എല്ലാം കൂടി കൂട്ടി എത്ര കിട്ടും? 100 കിട്ടും. നമുക്ക് ഇതിൽ 2 ഫ്രാക്ഷൻസ് വരുന്നുണ്ട്, 2 ഭിന്നസംഖ്യകൾ. അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഈ 2ൻ്റെയും 4ൻ്റെയും ഛേദങ്ങളുടെ ലസാഗു കൊടുക്കുക. 2ൻ്റെയും 4ൻ്റെയും ലസാഗു കൊടുക്കുക. 2ൻ്റെയും 4ൻ്റെയും LCM 4 ആണ്. 4 കൊണ്ട് ഈ സമവാക്യത്തെ മുഴുവൻ ഗുണിക്കുക. 4 കൊണ്ട് ഈ ഇക്വേഷനെ ഇടതുവശവും വലതുവശവും മുഴുവൻ ഗുണിക്കുക. അപ്പോൾ 2x × 4 പ്ലസ് x/2 × 4 പ്ലസ് x/4 × 4 പ്ലസ് 1 × 4 സമം 100 × 4. 2x × 4 ഗുണിച്ചാൽ 8x പ്ലസ് ഈ 2ഉം 4ഉം വെട്ടിപ്പോയിട്ട് 2 വരും. അപ്പോൾ 2x പ്ലസ് ഈ 4ഉം 4ഉം വെട്ടിപ്പോയിട്ട് x വരും. പ്ലസ് 1 × 4 4 സമം 100 × 4 400. 8xും 2xും 1x കൂട്ടിയ 8 2 10 11x പ്ലസ് 4 സമം 400. പ്ലസ് 4 നമ്മൾ സമത്തിൻ്റെ വലത്തോട്ട് എടുത്തു. 11x സമം 400 മൈനസ് 4. 11x സമം 400 4 കുറച്ചാൽ 396. x സമം 396/11 ഹരിക്കുമ്പോൾ 39 11 3 11 33. ശിഷ്ടം 6. 66 6 11 66. എക്സിൻ്റെ വില 36, അതായത് സംഖ്യ 36.